അച്ഛനെ ചതിച്ച് അവന്തിക നേടിയതൊക്കെ അവന്തിക തന്നെ തിരിച്ചു കൊടുക്കും. ദൈവം അവളെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കും. ഈശ്വര, എൻ്റെ സച്ചേട്ടനെ കാത്തോണേ. പക്ഷേ ആ പണം നമുക്ക് കൊണ്ടു തന്നത് ആരാണെന്ന് ഇപ്പോഴും ഒരു പിടി കിട്ടുന്നില്ലല്ലോ ഏട്ടാ. ആ പർദ്ദയിട്ട് വന്ന സ്ത്രീയെ ശരിക്കും അയച്ചത് ആരാന്ന് എങ്ങനെ അറിയാ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എനിക്കങ്ങനെ ഗൾഫിൽ ഒരു സുഹൃത്തുക്കളും ഇല്ല. എന്റെ സുഹൃത്തുക്കളൊക്കെ എന്റെ നമ്പർ കണ്ടാൽ പോലും എടുക്കാത്തവരാ. പിന്നെ ഇത് ഏത് സുഹൃത്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ഇതുവരെ പിടികിട്ടുന്നില്ല. ദൂരെ ഇരുന്ന് ആരോ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അതാരായാലും ഇന്നല്ലെങ്കിൽ നാളെ വെളിച്ചത്ത് വരാതിരിക്കില്ലല്ലോ. ഇനി മോനെ, സേതുവേട്ടന്റെ വല്ല പഴയ കൂട്ടുകാരാണോ, അതോ മാഷിന്റെ വല്ല ബന്ധുക്കളോ ആയിരിക്കുമോ? ഏയ്, അങ്ങനെ വരാനൊരു വഴിയും കാണുന്നില്ല. അമ്മ ഇനി അതേക്കുറിച്ച് ആലോചിച്ച് തലപുണ്ണാക്കണ്ട. അത്യാവശ്യ സമയത്ത് ആരോ നമുക്ക് പണം തന്നു. അതിന്റെ പിന്നിലുള്ളത് ആരായാലും നമുക്ക് അവരോട് പറയാനുള്ള നന്ദി ദൈവത്തിനോട് പറയാം. മോനെ, കോടതിയിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് വക്കീലിന് കൊടുത്തോന്നറിയാവോ? അഡ്വക്കേറ്റ് കമ്മീഷൻ നാളെ റിപ്പോർട്ട് കൊടുക്കുമെന്നാ നമ്മുടെ വക്കീല് പറഞ്ഞു. ആരാ? ആരതിമോളാണോ? സന്ദീപ് ചതിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കേസ് ജയിക്കുമേ. പക്ഷേ അവൻ അവന്തിക എന്ന യക്ഷിയുടെ പിടിയിലാണല്ലോ. അവന്റെ കാര്യത്തില് എനിക്കൊരു പ്രതീക്ഷയില്ല. ആ അവന്തിക ഒരു ഒഴിയാബാധയായിട്ട് അവന്റെ ജീവിതം നശിപ്പിക്കുകയാണല്ലോ എന്റെ ഈശ്വര. അയ്യോ, അച്ഛന് സ്നേക്ക് പിടിച്ചേ. അച്ഛൻ ഇവിടെ വാ. അച്ഛന് സ്നേക്ക് പിടിച്ചേ. അമ്മേ, ഈ അച്ഛന് സ്നേക്ക് പിടിച്ചു. കൊള്ളാം. രാത്രി രണ്ടുപേർക്കും കൂടി കളിക്കാൻ പറ്റിയ കളിയാ. ഈ അച്ഛൻ ഒന്നും അറിഞ്ഞൂടമ്മേ. നമ്മുടെ ജീവിതം തന്നെ ഒരു സ്നേക്ക് ആൻഡ് ലാഡർ കളിയല്ലേ മോളെ. എത്ര ഉയർത്തി ചെന്നാലും ഇതുപോലെ പാമ്പിന്റെ വായിലകപ്പെട്ടു പോകും. തോറ്റുപോകുന്നവരെല്ലാം കളിയറിയാത്തവരല്ല, പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് തോറ്റുപോകുന്നവരാ. കളിക്കുമ്പോ സൂക്ഷിച്ചു കളിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പാമ്പിന്റെ വായിലൊക്കെ പോ. പിന്നെ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര സൂക്ഷിച്ചു കളിച്ചാലും ചിലപ്പോ വിധി നമ്മളെ തോപ്പിച്ചു കളയും. ഈ അച്ഛൻ കളി നോക്കുമ്പോ മനസ്സിലാവാത്ത എന്തെങ്കിലും പറയും. ഞാനില്ല കൂടെ. ഞാൻ പോവാ. മോളെ ഇതും കൂടെ കൊണ്ടോ. അച്ഛനല്ലേ? നാളെയല്ലേ അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? സമൃദ്ധ ഈ കാര്യം എന്തെങ്കിലും ഓർമ്മ വന്നിട്ട് ചോദിക്കുന്നതാണോ? ഗോകുൽ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നാളെയല്ലേ റിപ്പോർട്ട് കൊടുക്കുന്നേന്ന്? അതെ. കേസ് അവർക്ക് അനുകൂലമാവോ ആ നെല്ലിശ്ശേരിക്കാർക്ക്? അനുകൂലമാണോ എന്ന് ചോദിച്ചാ ഇപ്പൊ ഒന്നും പറയാൻ സാധിക്കില്ല. പ്രതിഭാഗത്ത് നിന്ന് പുതിയ വിറ്റ്നസ്സോ എവിഡൻസോ ഒന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ ജയിച്ചേക്കും. ജയിച്ചേക്കാന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഉറപ്പ് പറയാൻ കഴിയില്ലേ? ഈ കേസിൽ അവന്തിക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങളുണ്ട്. എന്ത് സാഹചര്യങ്ങൾ? സ്വത്തുക്കള് അവര് തട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്തിരിക്കുന്നത് മരിച്ചുപോയ സേതുമാധവൻ തന്നെയാ, അല്ലാതെ അയാളുടെ സൈൻ ഫോർജറി ചെയ്തതല്ല. അതുകൊണ്ട് ആ ഡോക്യുമെന്റ്സ് ഒരു വ്യാജരേഖയാണെന്ന് പറയാൻ പറ്റില്ല.
മരിച്ചുപോയ സേതുമാധവൻ കാണിച്ചൊരു മണ്ടത്തരം, അതാണ് ഈ കേസിൽ അവരെ തോൽപ്പിക്കുന്നത്. എന്നാൽ കമ്മീഷൻ്റെതായ ചില നിഗമനങ്ങളുണ്ട്, കമ്മീഷൻ സമർപ്പിക്കുന്ന ചില തെളിവുകളുമുണ്ട്. അതൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ വിധി ചിലപ്പോൾ അവർക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. അല്ല, താനെന്ന് ഇതൊക്കെ ചോദിക്കുന്നത്? സാധാരണ ഇങ്ങനൊന്നും ചോദിക്കാത്തതാണല്ലോ. ഞാനിപ്പോ ഗൂഗിളിലെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോ ആ റിപ്പോർട്ട് അവിടെ ഇരിക്കുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. എടോ, സത്യം പലപ്പോഴും കണ്ണുകെട്ടി നിൽക്കുന്ന നീതിദേവതയാ. പലരും അത് കാണാതെയും കേൾക്കാതെയോ വിധിക്കുന്നത്. അല്ല, എന്തായാലും ഞാൻ ഇത്രയും ചോദിച്ചല്ലോ, തന്റെ മനസ്സിൽ ആര് ജയിക്കണമെന്നാ? തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ അവന്തിക? അവര് ജയിക്കാനാ താൻ ആഗ്രഹിക്കുന്നത് അല്ലേ? സത്യം ജയിക്കണം, നീതി നടപ്പാക്കണം. അവന്തിക എന്റെ കൂട്ടുകാരിയാ. പക്ഷേ കൂട്ടുകാരി ചെയ്യുന്ന എല്ലാ തെറ്റുകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ആ സേതുമാധവൻ ഈ സ്വത്തുക്കളെല്ലാം അവൾക്ക് മനസ്സോടെ കൊടുത്തതാണോ, അതോ ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തെ പ്രഷറിൽ നിർത്തി എഴുതി വാങ്ങിച്ചതാണോ എന്നൊക്കെ ആർക്കറിയാം. ആഹാ, താൻ ആളുകൊള്ളാലോ. ഈ പോയിന്റ്സ് ഒക്കെ കോടതി പറയാൻ കൊള്ളാം. താനിതൊക്കെ എവിടുന്ന് പഠിച്ചു? 10 വർഷം കൊണ്ട് ഒരു വക്കീലിന്റെ കൂടെയല്ലേ ജീവിക്കുന്നേ. അതിന്റെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടാതിരിക്കോ? ഓഹോ, അപ്പൊ താൻ എന്നെ അംഗീകരിക്കുന്നുണ്ട്. പിന്നല്ലാതെ. 10 വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഗോകുലിനോട് എനിക്ക് ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ. നാളെ ഓഫീസിൽ നേരത്തെ പോണമെന്നല്ലേ പറഞ്ഞത്? ഓർക്കൊഴിയണ്ട. ഈശ്വര, ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതിയായിരുന്നു. നഷ്ടപ്പെട്ട ബിസിനസ്സും പ്രതാപവും എല്ലാം സച്ചിനെ തിരിച്ചു കിട്ടണം. അച്ഛനെ ചതിച്ച് അവന്തിക നേടിയതൊക്കെ അവന്തിക തന്നെ തിരിച്ചു കൊടുക്കും. ദൈവം അവളെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കും. ഈശ്വര, എൻ്റെ സച്ചിനെ കാത്തോണേ.